ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് ഒരിക്കലും പരിത്യജിക്കുകയില്ല. നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ വേദനകളും നഷ്ടങ്ങളും നിരാശകളും നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനം നിന്നെ സുഖപ്പെടുത്തും. ഓരോ ദിവസവും ഓരോ രാത്രിയും കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ സൗഖ്യം പുതിയതാണ്. ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവും പ്രത്യാശയും പകരാൻ കർത്താവ് ഒരിക്കൽ കൂടി നിന്നെ കേൾക്കാൻ കാതോർത്ത് കാത്തിരിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ കർത്താവ് ഇന്ന് നിന്നോടൊപ്പമുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ ആ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാനും നിന്റെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും, ആരോടും പറയാത്ത നിന്റെ ഹൃദയവേദനകൾ എല്ലാം ഈ രാത്രിയിൽ കർത്താവ് സുഖപ്പെടുത്തും. വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കുക. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 147 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹവാനായ, വേദനയിൽ ആശ്വാസം നൽകുന്ന സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നിശബ്ദമായ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ പറയാൻ കഴിയാത്ത അത്രമാത്രം വേദനകളുണ്ട്. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത മുറിവുകളുണ്ട്. കണ്ണുകളിൽ കണ്ണുനീരുണ്ട്. എന്നാൽ ദൈവമേ, എൻ്റെ കണ്ണുനീർ ഓരോ തുള്ളിയും അങ്ങ് എണ്ണുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുനീർ അങ്ങ് കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയം തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ സത്യമാണ്, വിശ്വസനീയമാണ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തി സൗഖ്യം നൽകി, ആന്തരിക സൗഖ്യം നൽകി, ആന്തരിക ബലം നൽകി, ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. അവരുടെ ഹൃദയത്തിലെ ഓരോ മുറിവുകളിലേക്കും അങ്ങയുടെ സൗഖ്യസ്പർശം അയക്കണമേ. ഈശോയെ, ഈ മക്കളെ വേദനിപ്പിച്ച ഓർമ്മകളെ അങ്ങയുടെ കുരിശിൻ്റെ സ്നേഹത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. ഞങ്ങളെ തകർത്ത മറ്റുള്ളവരുടെ വാക്കുകളെയും നഷ്ടങ്ങളെയും നിരാശകളെയും അങ്ങയുടെ സമാധാനത്താൽ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. കർത്താവേ, എൻ്റെ ആത്മാവിന് പുതിയ പ്രത്യാശ നൽകണമേ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ എല്ലാ ഭാരങ്ങളും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭയവും ആശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും അങ്ങയിൽ സമർപ്പിക്കുന്നു. ഉറങ്ങാൻ കഴിയാത്ത രാത്രികളെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വസ്ഥതയുടെയും രാത്രികളാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ശൂന്യത നിന്റെ സ്നേഹത്താൽ നിറച്ച് നഷ്ടപ്പെട്ട സന്തോഷം തിരികെ നൽകണമേ. നാളെയെ പ്രത്യാശയോടെ നേരിടാൻ ധൈര്യം നൽകണമേ. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ സഹോദരങ്ങളെയും
സഹോദരിമാരെയും യുവതി യുവാക്കളെയും മാതാപിതാക്കളെയും കുഞ്ഞുമക്കളെയും വയോവൃദ്ധരെയും പ്രിയപ്പെട്ട എല്ലാവരെയും നിന്റെ സൗഖ്യകരമായ കരങ്ങൾ പ്രവർത്തിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. രോഗബാധിതരെ സൗഖ്യമാക്കണമേ. മാനസിക സമ്മർദ്ദത്തിൽ കഴിയുന്നവർക്ക് സമാധാനവും സന്തോഷവും നൽകണമേ. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ കൊടുക്കണമേ. കടബാധ്യതകളിലും കുടുംബ പ്രശ്നങ്ങളിലും കണ്ണുനീരൊഴുക്കുന്നവർക്ക് കർത്താവേ നിന്റെ ശാശ്വതമായ വഴി കാണിച്ചു കൊടുക്കണമേ. നിന്റെ നീതിയുടെ മാർഗം അവർക്ക് തുറന്നു കൊടുക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ വീടുകളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. സമാധാനപൂർണമായ ഉറക്കവും നാളേക്കുള്ള പുതിയ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ രാത്രി എൻ്റെ വേദനയുടെ അവസാനമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശ്വാസത്തിൻ്റെ തുടക്കം ഈ രാത്രിയിൽ തുടങ്ങട്ടെ. കാരണം അങ്ങനെ ഒരിക്കലും കൈവിടുകയില്ല എന്നും ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, തകർന്നവരെ സുഖപ്പെടുത്തുന്ന ദൈവമേ, മുറിവുകൾ വെച്ചുകെട്ടുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, ആന്തരിക സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഹൃദയം തുറന്ന് അവരെ സുഖപ്പെടുത്തണമേ. എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ പാപങ്ങൾ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ തെറ്റുകളും പാപങ്ങളും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവേ, ക്ഷമിക്കാൻ കഴിയാത്ത വ്യക്തികളെ, ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ, അവസ്ഥകളെ, ക്ഷമിക്കാൻ കഴിയാത്ത ഓർമ്മകളെ, സംഭവങ്ങളെ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഈശോയെ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അതിനാൽ ഞങ്ങളുടെ ഇന്നലെകളിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളോടോ അവസ്ഥകളോടോ സംഭവങ്ങളോടോ സാഹചര്യങ്ങളോടോ ഈ സമയം പൂർണ്ണമായി ക്ഷമിക്കാനുള്ള ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ കൃപ തരണമേ. ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങളെ വേദനിപ്പിച്ച, ഞങ്ങൾക്കെതിരെ പാപം ചെയ്ത എല്ലാവരോടും പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ക്ഷമിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ആന്തരിക മുറിവിൽ ആന്തരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവെ ക്ഷമിക്കാനുള്ള വരം നൽകി, കൃപ നൽകി നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. ഉറങ്ങാൻ മുൻപ് ഹൃദയത്തിൽ എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിച്ച് ഈശോയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈശോയുടെ വചനം ധ്യാനിച്ച് ഈശോയുടെ വചനം അനുസരിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ കോശങ്ങളെയും നീ പരിശോധിക്കണമേ. മനസ്സിൻ്റെ ഓരോ വശങ്ങളെയും നീ പരിശോധിക്കണമേ. ഞങ്ങളുടെ മനസ്സ്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ഇവയെല്ലാം നീ പരിശോധിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമ്പൂർണതയും നൽകി ഈ രാത്രിയിൽ നിന്റെ നിറവിനാൽ ഞങ്ങളുടെ ശൂന്യത അകറ്റി, നിന്റെ സമാധാനത്താൽ സ്നേഹത്താൽ ഞങ്ങളുടെ ഭയം അകറ്റി, നിന്റെ പ്രതീക്ഷയാൽ പ്രത്യാശയാൽ ഞങ്ങളുടെ നിരാശ അകറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. അവരെ അസഹ്യപ്പെടുത്തുന്ന, അവരെ വേദനപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ തന്നെ പൂർണ്ണ വിടുതൽ നൽകി, സമ്പൂർണ്ണ മോചനം നൽകി ഈ മക്കളെ നീ കാത്തു രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയ മുറിവുകളെ ഓരോന്നായി സുഖപ്പെടുത്തി ആന്തരിക ബലം നൽകി, ശക്തി നൽകി, പരിപൂർണ സൗഖ്യം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ എല്ലാ ഓർമ്മകളെയും നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവ് ഈ രാത്രിയിൽ ഇടപെട്ട് സൗഖ്യപ്പെടുത്തി ആശീർവദിക്കട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ദൈവം ഈ രാത്രിയിൽ നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാണ്. നിന്റെ ഹൃദയം തുറക്കുക. എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കാൻ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നു. ഈ രാത്രിയിൽ അത് ചെയ്യുക. ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അവശതയിൽ നിന്നും, രോഗത്തിൽ നിന്നും, ഹൃദയവേദനയിൽ നിന്നും കർത്താവ് നിന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നൽകി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.